സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അമ്മ എന്ന ലേബലിലാണ് കൊല്ലം കുണ്ടറ സ്വദേശിനിയായ ദിവ്യ ജോണിയെ നമ്മൾ അറിയുന്നത്. തുടർന്ന് ഒരിക്കൽ വെറുപ്പോടെ കണ്ട യുവതിയെ ജീവിത കഥ കേട്ട് മലയാളികൾ സ്നേഹിച്ചു തുടങ്ങുന്നു. പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയിലാണ് 3.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ദിവ്യ ഇല്ലാതാക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യാൻ കാരണമായത് തന്നെ ദിവ്യയാണ്. ആ ദിവ്യ ജീവനൊടുക്കിയെന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആലക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദിവ്യ പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഏറെ പ്രതീക്ഷകളുമായി താൻ തന്നെ തിരഞ്ഞെടുത്ത ഒരാൾക്കൊപ്പമുള്ള ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. എന്നാൽ പ്രതീക്ഷകൾക്കൊത്തുള്ള ജീവിതമായിരുന്നില്ല ദിവ്യ അവിടെ കണ്ടത്. വൈകാരികമായ ഒറ്റപ്പെടലും അവഗണനയും ദിവ്യയെ പലവട്ടം മുറിപ്പെടുത്തിയിരുന്നു. ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും വീണ്ടും ജീവിതത്തെ പ്രതീക്ഷാപൂർവം തന്നെ അവർ കണ്ടു. എന്നാൽ സിസേറിയന്റെ വേദനയോടെ തിരിച്ച് ഭർതൃഗൃഹത്തിലേക്ക് എത്തിയപ്പോൾ എതിരേറ്റതും വീണ്ടും പഴയ അവഗണന തന്നെയായിരുന്നു. മാനസികവും ശാരീരികവുമായ വേദനകളും അതിനോട് ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനകളും ദിവ്യയെ പതിയെ മനോരോഗിയാക്കി മാറ്റുകയായിരുന്നു. ജീവിതത്തോടുള്ള നിരാശയും അമർഷവും ആരോടാണ് കാണിക്കേണ്ടതെന്നോ എവിടെയാണ് തീർക്കേണ്ടതെന്നോ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ ആ ശപിക്കപ്പെട്ട ദിവസം സ്വന്തം കുഞ്ഞിനെ അവൾ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവത്തെക്കുറിച്ച് അവൾ പുറം ലോകത്തോട് പറയുന്നത്. ദിവ്യ ജോണി പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദം എന്ന പ്രത്യേക മാനസികാവസ്ഥയിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. മാനസിക രോഗത്തിന് തുടർന്നും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന ദിവ്യ പലപ്പോഴും ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു. അവളുടെ ദുരിത കഥ കേട്ടാണ് കണ്ണൂർ സ്വദേശിയായ യുവാവ് ദിവ്യയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത്. കണ്ണൂർ ആലക്കോട്ടെ ഭർതൃവീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന യുവതി പെട്ടെന്നൊരു ദിവസം ജീവനൊടുക്കിയിരിക്കുന്നു. എന്താണ് അതിന് കാരണമെന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ കുടുംബം കുറച്ചുകൂടെ ശ്രദ്ധ നൽകിയിരുന്നു എങ്കിൽ ആ യുവതി ജീവനോടെ ഉണ്ടാകുമായിരുന്നിരിക്കാം. പ്രസവശേഷം 50% സ്ത്രീകളിലും ചെറിയ തോതിലെങ്കിലും മാനസിക സമ്മർദ്ദം കടന്നു വരാറുണ്ട്. അപകടകരമല്ലാത്ത നേരിയ തോതിലുള്ള ആശങ്കയും ഉൾഭയവുമാണ് ഈ ഘട്ടത്തിൽ അനുഭവപ്പെടുന്നതെങ്കിൽ ഇത് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നാണ് അറിയപ്പെടുക. അമിതമായ സങ്കടം, ഉത്കണ്ഠ, ആകാംക്ഷം, പ്രത്യാശയില്ലാത്ത ചിന്തകൾ, എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഉൾവലിയൽ, ഉറക്കക്കുറവ്, ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ, വളരെ പെട്ടെന്ന് ദേഷ്യം, വാശി എന്നിവ ഉണ്ടാവുക, നിർബന്ധ ബുദ്ധി, ഒരു ജോലിയും ചെയ്യാൻ കഴിയാതിരിക്കുക, ആരോടും സംസാരിക്കാതിരിക്കുക തുടങ്ങിയവ തുടർച്ചയായി അനുഭവപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ബാധിച്ചതിന്റെ ലക്ഷണങ്ങളാണ്. കൃത്യസമയത്ത് തിരിച്ചറിയുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്താൽ തീർച്ചയായും ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്ന ഒന്നാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. എന്നാൽ ഈ ഘട്ടത്തിൽ ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്യും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്നവർ സ്വന്തം മനസ്സിന് താളം തെറ്റൽ തിരിച്ചറിയാൻ പലപ്പോഴും സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ സമയത്ത് ചികിത്സ നൽകിയില്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷവും അമ്മയുടെ മാനസികാവസ്ഥയെ ഇത് സാരമായി ബാധിക്കാം. ആയതിനാൽ പ്രസവാനന്തരം വളരെ കെയർ വേണ്ട അവസ്ഥയിലായിരിക്കും അമ്മ. പ്രിയപ്പെട്ടവളെ മനസ്സിലാക്കി വേണ്ട പരിചരണം നൽകി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഭർത്താവും കുടുംബവും ഒരുപോലെ പ്രയത്നിക്കണം.